ഇന്ന് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. അത് മുമ്പായിട്ട് കുറച്ച് നെയ്യ് വയ്ക്കണം. ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളെടുത്ത് മാറ്റും. സെറ്റായിട്ടുണ്ട്. സേമിയിട്ട് നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കണം. സേമിയ ഒരു ബ്രൗൺ കളർ ഇതുമായി വരും. സേമിയ ബ്രൗൺ ആയി നമ്മൾ കോരി എടുക്കുകയാണ്. കുറച്ച് ഷുഗർ ഇടാം. പഞ്ചസാര അലിഞ്ഞ് ടൈറ്റായാൽ ഈ പാലിൻ്റെ നിറത്തിൽ നമുക്ക് മാറ്റണ്ടാവും. അതിനാണ് ആദ്യം കുറച്ച് പഞ്ചസാര ഇടുന്നത്. അലിഞ്ഞ് വരികയാണെങ്കിൽ പഞ്ചസാര നമ്മൾ നാടൻ പശുവിൻ്റെ പാല് ഒഴിക്കുകയാണ്. നമ്മൾ പാല് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം കുറുകി തിളച്ച് കൊടുക്കുക. നമ്മുടെ കൂടെ ഹെൽപ്പിന് നമ്മുടെ പാപ്പനുണ്ട്. പാപ്പ അവരായി നമ്മളെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സേമിയ ഇടാൻ ആയിട്ടുണ്ട്. സേമിയ നമ്മൾ അതിലേക്ക് ഇടാണ്. റെഡിയാക്കി വെച്ച സേമിയ അതിലേക്ക് തട്ടി ഗ്യാസിൻ്റെ മുകളിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സേമിയ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ല സ്റ്റീമിലാണ്. പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാര ആഡ് ചെയ്യാണ്. അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വേവിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി അതിലേക്ക് ഇടാണ്. ഏലക്കായ് പൊടിയാൻ വേണ്ടി നമ്മൾ പഞ്ചസാര കൂട്ടി അടിച്ചിട്ടാണ് ഏലക്കായ് ഇടണേ. മിൽക്ക് മേഡാണ്. നമ്മൾ മിൽക്ക് മേഡ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്.